നിങ്ങളിപ്പോൾ കേട്ടത് എൻ്റെ മോൾക്ക് 3 വയസ്സുള്ളപ്പോൾ, അതായത് അംഗൻവാടിയിൽ പഠിക്കുന്ന സമയത്ത് അവൾ ദേശീയഗാനം ആലപിച്ച് മൊബൈലിൽ പകർത്തിയതാണ്. മലയാള അക്ഷരം പഠിച്ചു വരുന്ന സമയത്തുള്ള ഈ ആലാപനം ചിരി ഉണർത്തിയെങ്കിലും ദേശീയഗാനത്തിൻ്റെ മഹത്വം തുടക്കത്തിലെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് തോന്നി. 3 വയസ്സുള്ള കുട്ടിയോട് മനസ്സിലാകും വിധം പറഞ്ഞു, മോളെ, ഇത് നമ്മുടെ ദേശീയഗാനമാണ്. ഏറെ ആദരവോടുകൂടി എഴുന്നേറ്റ് നിന്ന് ആലപിക്കേണ്ടതാണ്. അക്ഷരത്തെറ്റില്ലാതെ വേണം പാടാൻ. കേൾക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മുടെ പ്രധാനമന്ത്രി പോലും അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ടീച്ചർ അടിക്കും. അപ്പോൾ സ്റ്റാച്ചു പോലെ നിൽക്കണം അല്ലേ? കുഞ്ഞിൻ്റെ മറുചോദ്യം. 2 ദിവസം മുമ്പ് മൊബൈലിൽ ഒരു ന്യൂസ് ചാനൽ വീഡിയോ കാണുകയായിരുന്നു. ഒരു പ്രമുഖ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ദേശീയഗാനം ആലപിക്കുന്നത് കേട്ടു. മകളും കൂടെ ഉണ്ടായിരുന്നു. ഉടൻ വന്ന് ചോദ്യം, അച്ഛാ, ഈ അങ്കിൾ കൈകൊട്ടിയാണ് ജനഗണമന പാടിയത്. അങ്കിള് മൊത്തം തെറ്റാണ് പാടുന്നത്. ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉന്നത സ്ഥാനം വഹിച്ച ആൾ പാടിയ ദേശീയഗാനം നിങ്ങളും കേട്ട് കാണും. കേൾക്കാത്തവർക്ക് കേൾക്കാം. ജനഗണ മംഗളദായക ജയ ജനഗണ മംഗളദായക ജയ ഹേ. ഭരണത്തലപ്പത്തിരിക്കുന്നവർക്ക് കൊച്ചു കുട്ടികൾക്കുള്ള ബോധം പോലും ഇല്ലാതെ പോയല്ലോ എന്നോർത്ത് സത്യത്തിൽ നാണക്കേട് തോന്നി. ദേശീയഗാനത്തെയും ദേശീയ പതാകയെയും എത്രത്തോളം ആദരിക്കണമെന്ന് നമ്മെ പറഞ്ഞു പഠിപ്പിക്കേണ്ടവരാണിവർ. ദേശീയഗാനം എവിടെ, എപ്പോൾ, എങ്ങനെ പാടണമെന്ന് വളരെ കൃത്യമായ നിയമങ്ങളുണ്ട്. എല്ലാ സന്ദർഭങ്ങളിലും എല്ലാം പാലിക്കാൻ കഴിയില്ല എങ്കിലും പറ്റും വിധം ദേശീയഗാനത്തോട് ആദരവ് പുലർത്തേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ്. ദേശീയഗാനം ആലപിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുക എന്നത് എഴുന്നേറ്റ് നിന്ന് അഭിമാനത്തോടു കൂടിയായിരിക്കണം. ദേശീയഗാനം ആലപിക്കുന്നത് വായിൽ ഒരുവിധ ഭക്ഷണവും ചവച്ചുകൊണ്ടായിരിക്കരുത്. ദേശീയഗാനം അറിഞ്ഞു മാത്രം ആലപിക്കുക, വാക്കുകൾ ശരിയായി പഠിക്കുക. ദേശീയഗാനം ആലപിക്കുവാൻ അറിയില്ലെങ്കിൽ നിവർന്നു നിൽക്കുക. ദേശീയഗാനം പാടാൻ തുടങ്ങിയാൽ തീർച്ചയായും പൂർത്തിയാക്കിയിരിക്കണം. ചില വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ വലത് കൈമുഷ്ടി ചുരുട്ടി ഹൃദയത്തോട് ചേർത്ത് വെച്ചാവരുത് നമ്മുടെ ദേശീയഗാനം ആലപിക്കേണ്ടത്. ദേശീയഗാനം ആലപിക്കുന്ന സമയത്ത് ഫോൺ കോളുകളും മറ്റും അറ്റൻഡ് ചെയ്യരുത്. ദേശീയഗാനാലാപന സമയത്ത് നീങ്ങുക, ഇരിക്കുക, കൈകാലുകൾ ആട്ടുക എന്നിവയൊക്കെ ദേശീയഗാനത്തോടുള്ള അനാദരവായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ ദേശീയഗാനം ആലപിക്കുന്നത് മേൽക്കൂരയ്ക്ക് താഴെയല്ലാതെ തുറസായ സ്ഥലത്തായിരിക്കണമെന്ന് നിയമമുണ്ടെങ്കിലും എല്ലായ്പ്പോഴും ഇത് പ്രായോഗികമല്ലാത്തതിനാൽ മറ്റ് നിയമങ്ങൾ കഴിയുന്നതും പാലിച്ചുകൊണ്ട് നമ്മൾ ദേശീയഗാനം ആലപിക്കേണ്ടതാണ്. നിവർന്ന് നിന്ന് കൈകൾ ഇരുവശവും വെച്ച് കൈമുഷ്ടി ചുരുട്ടിയാണ് ഒരു പൗരൻ ദേശീയഗാനം ആലപിക്കുകയും ശ്രവിക്കുകയും ചെയ്യേണ്ടത്. പതാക ഉയർത്തുമ്പോഴാവണം ദേശീയഗാനം ആലപിക്കേണ്ടത്, അല്ലാതെ താഴ്ത്തുമ്പോഴാവരുത്. ദേശീയഗാനത്തോടും ദേശീയ പതാകയോടും ആദരവ് കാട്ടേണ്ടത് ഓരോ ഭാരതീയൻ്റെയും കടമയാണ്. പലർക്കും ഈ കാര്യങ്ങൾ അറിവില്ലാത്തതുകൊണ്ട് തെറ്റുപറ്റാമെന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.